തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇടപാടുകാർക്കും ഈ ബാങ്കിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും കേരളത്തിലെ സഹകരണ വകുപ്പിനുമൊക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. ശതാബ്ദി സ്മാരക മന്ദിരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബാങ്കിൻ്റെ പ്രസിഡന്റ് തന്നെ ദീർഘകാലമായി ഈ ബാങ്ക് നടത്തിവരുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഹ്രസ്വമായി ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ബാങ്കിൻ്റെ യഥാർത്ഥ മൂലധനം എന്ന് പറയുന്നത് പൊതുജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസ്യത തന്നെയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ബാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തോടനുബന്ധിച്ച് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മെ സംബന്ധിച്ച് ഞാനിവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഇരുന്ന ബാങ്കിൻ്റെ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ 2-3 വരികളാണ്. ഉപഭോക്താവ് നമ്മുടെ അതിഥിയാണ്. അദ്ദേഹം നമ്മെ ആശ്രയിച്ച് കഴിയുന്ന ആളല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, നമ്മുടെ ജോലിയുടെ ലക്ഷ്യം തന്നെ അദ്ദേഹമാണ്. നമ്മുടെ സേവനം ഔദാര്യമല്ല, സേവിക്കാൻ അനുവദിക്കുന്നത് അദ്ദേഹം നമ്മോട് കാണിക്കുന്ന ഔദാര്യമാണ് മഹാത്മാഗാന്ധി എന്നെഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ഞാനിവിടെ വന്നപ്പോൾ തന്നെ കണ്ടത്. തീർച്ചയായും ജനങ്ങളുടെ മനസ്സ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായി തന്നെ മനസ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിശ്വാസ്യത നിലനിർത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുനെല്ലൂരിൽ ഇത്ര നല്ല, അല്ലെങ്കിൽ അരൂർ നിയോജക മണ്ഡലത്തിലെ നല്ല മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ വന്നു. നല്ല ബാങ്ക്, ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. നാളുകളിലും ഈ ബാങ്കിന് നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ബഹുമാന്യായ അധ്യക്ഷ ചൂണ്ടിക്കാണിച്ചതുപോലെ നാട്ടിലെ ജനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായാണ് ഈ രീതിയിലുള്ള നേട്ടങ്ങൾ ഈ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷത്തിലാണ് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇന്ന് എത്തിയിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സഹകരണ സ്ഥാപനം എന്ന നിലക്ക് നാടിൻ്റെ പ്രശ്നങ്ങളിൽ ഏതെല്ലാം രീതിയിൽ ഫലപ്രദമായി ഇടപെട്ടു കൊടുത്തു. അത് സ്വാതന്ത്ര്യാനന്തരവും തുടർന്നു പോകും. കേരളത്തിലെ സഹകരണ മേഖലക്കുള്ളൊരു പ്രത്യേകത ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളാണ് നേരത്തെ മുതൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പലയിടങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങളുമായി ഇടപിരിയാത്ത ബന്ധം എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഉണ്ടായി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും അതേ രീതിയിൽ തന്നെ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരികയുണ്ടായി. ഐക്യനാണയ സംഘം എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പലതിനും ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ആ പരിമിതികൾ അത്ര കണ്ട് ഈ സംഘത്തിന് എന്തുകൊണ്ടോ ബാധകമായിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. 1 ഏക്കറോളം സ്ഥലം ആ ഘട്ടത്തിൽ തന്നെ സ്വന്തമാക്കാൻ ഈ
സംഘത്തിന് അക്കാലത്ത് നേതൃത്വം കൊടുത്തവർക്ക് ഭാവനയുണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ഐക്യനാണ്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ കാലത്ത് ഏതെങ്കിലും ഒരാളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അന്ന് പലയിടത്തും കൃഷിക്കാരെ അങ്ങോട്ട് പോയി ബന്ധപ്പെടുകയായിരുന്നു. നിശ്ചിതമായ ഓഫീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ പോകുന്നയാളുടെ ഐക്യനാണ്യ സംഘത്തിൻ്റെ ഭാരവാഹിയായി ജനങ്ങളെ കൃഷിക്കാരെ കാണാൻ പോകുന്ന ആളുടെ കയ്യിലോ കക്ഷത്തിലോ ഉള്ള ചെറിയൊരു സഞ്ചി, അതായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസ് ആ കാലത്ത് പറയുന്നത്. അങ്ങനെയൊരു കാലത്ത് സ്വന്തമായി ഇത്രത്തോളം സ്ഥലമുണ്ടാക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായൊരു കാര്യമാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചത് പിന്നെ അതിനനുസരിച്ചുള്ള വളർച്ച പിന്നീട് ഉണ്ടായില്ലാലോ എന്നാണ്. കാരണം ഇതിൻ്റെ പ്രയാസങ്ങൾ ചില നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. വളരെ ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഒരു കുറിച്ചിയാട്ടത്തിലേക്ക് സംഘം എത്തുന്നത് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം മാറിയിട്ടുണ്ട്. ഇവിടെ സഹകരണ മേഖലയുടെ പ്രത്യേകത ജനങ്ങൾക്ക് ഏറ്റവും അധികം ആശ്രയിക്കാവുന്ന സ്ഥാപനമാണ് എന്നത് തന്നെയാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ കൃഷിക്കാരെ പല രീതിയിലും ചൂഷണം ചെയ്തിരുന്ന കൃഷിക്കാർക്ക് വായ്പ കൊടുക്കുന്നവരുണ്ടായിരുന്നു. അവരിൽ നിന്നെല്ലാം കൃഷിക്കാർക്ക് രക്ഷ കിട്ടിയത് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം എല്ലായിടങ്ങളിലും വ്യാപകമായപ്പോഴാണ്. വ്യാപകമായി നമ്മുടെ നാട്ടിലാകെ സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു. നല്ല വിശ്വാസ്യത നൽകി. അഴിമതി തീണ്ടാത്ത പ്രവർത്തനമാണ് സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ടുള്ളത്. അതിനെല്ലാം ഇടയാക്കിയത് ഇതിൻ്റെ തുടക്കം തന്നെയാണ്. ഈ ദേശീയ പ്രസ്ഥാനവുമായൊക്കെയുള്ള ബന്ധം, പിന്നീട് വന്ന ഈ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വന്ന പൊതുപ്രവർത്തകർ കാണിച്ച മാതൃകകൾ എല്ലാം കേരളത്തിലെ സഹകരണ മേഖലയെ വലിയ തോതിൽ ഉയരത്തിലെത്തിച്ചു. നമ്മുടെ രാജ്യത്ത് പലയിടത്തുമുള്ളവർക്ക് കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്ക് നേടാൻ കഴിഞ്ഞ നേട്ടം വലിയ അസൂയുണ്ടാക്കില്ല. സഹകരണ മേഖലയ്ക്ക് വലിയ തോതിൽ അപജയം ഉണ്ടാക്കി തീർക്കുന്ന മറ്റൊരു സംവിധാനം ഇപ്പോൾ സഹകരണ രംഗത്ത് വന്നിട്ടുണ്ട്. അത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. യഥാർത്ഥത്തിൽ ഫലപ്രദമായ നിയന്ത്രണത്തിലല്ല ആ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ സംഘങ്ങൾ തോന്നിയതുപോലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി വിഷമത്തിൽപ്പെട്ടതും അതിലൂടെ നിരവധി പരാതികൾ ഉയർത്തുന്ന ആളുകളെയും കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ അതിനിപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല. ആ പരിഹാരം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം സംസ്ഥാനത്തെ സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലല്ല, അത് അന്തർ സംസ്ഥാന സഹകരണ സ്ഥാപനമായി നിലകൊള്ളുകയാണ്. അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ നടത്താൻ കഴിയുമ്പോൾ വഴിവിട്ട് സഞ്ചരിക്കുന്ന നിലയാണ് കാണാൻ കഴിയുന്നത്. എങ്കിലും നല്ല രീതിയിൽ തന്നെ സഹകരണ മേഖല കരുത്താർജിക്കുകയാണ്. ആ മേഖലയുടെ കരുത്തിന്റെ ഭാഗമായി തന്നെയാണ് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനും
ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല പിന്തുണയാണ് നിങ്ങൾ എല്ലാവരും നൽകുന്നത്. പ്രത്യേകിച്ച് സഹോദരിമാര് വലിയ തോതിൽ ഇതിന്റെ ഭാഗമായിട്ട് എന്നാണ് ഈ സദസ്സ് തന്നെ കാണിക്കുന്നത്. നിറഞ്ഞ സന്തോഷം നൽകുന്ന കാര്യമാണിത്. ഈ പിന്തുണ തുടരട്ടെ. തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്ക് കൂടുതൽ ഔന്നത്യങ്ങളിലേക്ക് ഉയരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ ബാങ്കിന്റെ വളർച്ചയുടെ നാളുകളെ സംബന്ധിച്ച് വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക സ്ഥാപനമായി തിരുനെല്ലൂർ SCB വളർന്നു കഴിഞ്ഞു. ആയിരക്കണക്കിന് സഹകാരികൾ സഹകരിക്കുന്ന ഈ ബാങ്കിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് അതിമനോഹരമായ ഒരു കെട്ടിടമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബാങ്ക് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് ഇതിൻ്റെ പ്രവർത്തനം പുലീകരിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട ബാങ്കായി ഉയരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.